ഇന്നൊരു കിടുക്കാച്ചി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല വറുത്തരച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിത് എന്ത് വിഭവങ്ങളുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് പുരട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അടുത്തോളം കുരുമുളക് ചതച്ചെടുത്തതും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്ത് ഒരു 10-20 മിനിറ്റോളം നമുക്കിതൊരു സൈഡിലേക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു പകുതി ഉള്ളി നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 4-5 പച്ചമുളക് ഇതുപോലെ കീറിയിട്ടിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം മുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ഒരു പിടിയോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാം. എന്നിട്ട് ഇത് നമ്മളൊന്ന് ചൂടാറിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം ഗരം മസാലയും ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഒരു 1/4 ടീസ്പൂൺ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതേ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു വറുത്തെടുത്ത തേങ്ങ കൂട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഒരു 2 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊരു 2 മിനിറ്റും കൂടെ വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ നല്ല കിടുക്കാച്ചി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്